എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തൃശങ്കുവിൽ, പരസ്പരം പഴിചാരി മുന്നണികൾ. 2018 പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 7 വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരു മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തുള്ളത്. 7 വർഷമായി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് കടകൾക്ക് മുന്നിലാണ്. 2018 നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ അന്നത്തെ ഭരണസമിതി നൽകിയ ഉറപ്പ് 2020 മുൻപ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു. ഇത് വിശ്വസിച്ച് കടമുറികൾ ഒഴിഞ്ഞുകൊടുക്കാനും ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാനും സമ്മതം മൂളി വ്യാപാരികൾ. എന്നാൽ UDF ഭരണസമിതിക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനായില്ല. 2020 LDF ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു. എന്നാൽ 2025 ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ ഉദ്ഘാടനവും LDF നടത്തി. 20 കോടി രൂപയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് DPRും തയ്യാറാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു. വീണ്ടും UDF ഭരണത്തിലും വന്നു. 2018 നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചത്. പത്മിനി ഗോപിനാഥ് വീണ്ടും ചെയർപേഴ്സണായതോടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ഇരു ഭരണസമിതികളും ഉണ്ടാക്കിയ DPRൽ തട്ടി വീണ്ടും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്തിലായിരിക്കുന്നത്. 2020 UDF ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കിയ DPR 2025 LDF ഭരണസമിതി മാറ്റം വരുത്തിയ പുതിയ DPR തയ്യാറാക്കിയ സാഹചര്യത്തിൽ ഇതിൽ ഏത് DPR സ്വീകരിക്കണമെന്ന തർക്കവും നിലനിൽക്കുകയാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും 2 DPRകൾക്കായി 21 ലക്ഷം രൂപ ഇതുവരെ നൽകി കഴിഞ്ഞു. തർക്കങ്ങളിൽ തട്ടി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 200-ലേറെ സ്വകാര്യ ബസ്സുകളും നിരവധി KSRTC ബസ്സുകളും കയറിയിറങ്ങുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വെയിലും മഴയുമേറ്റ് കടത്തിണ്ണകളിൽ ബസ് കാത്തു നിൽക്കുന്നത്. യാത്രക്കാരുടെ ഈ ദുരിതപൂർണമായ കാത്തുനിൽപ്പ് എത്ര കാലം കൂടി തുടരുമെന്ന ചോദ്യത്തിന് അധികൃതർ തന്നെയാണ് മറുപടി നൽകേണ്ടത്. എ+ വിഷൻ നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.